നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നതിനെക്കുറിച്ചും അതുപോലെ നിങ്ങളുടെ ലൈഫിൻ്റെ കറൻറ്റ് സമയം, കറൻറ്റ് സിറ്റുവേഷൻസ് ഇതിനെല്ലാം കണക്റ്റ് ചെയ്താണ് എടുക്കുന്നത്. കൂടാതെ തന്നെ നിങ്ങളുടെ കരിയർ, ഫിനാൻസ്, റിലേഷൻഷിപ്പ്, നിങ്ങളിലുള്ള കർമ്മ എനർജികൾ, പാസ്റ്റ് ലൈഫ് കർമ്മയുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ യൂണിവേഴ്സൽ മെസ്സേജ് എടുക്കുന്നത്. അതനുസരിച്ച് തന്നെയായിരിക്കും നിങ്ങൾക്ക് റീഡിങ്സ് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവാൻ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അക്യുറേറ്റ് ആകുന്ന ഒരു റീഡിങ്സ് ലഭിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണോ ആവാൻ, ഏതൊക്കെ സാഹചര്യത്തിലൂടെയാണോ പോകാൻ ഒക്കെ ആഗ്രഹിക്കുന്നത്, അത് കരിയർ മേഖലയായിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ ഫ്രീഡം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണം, എത്രത്തോളം ഉയരത്തിൽ നിങ്ങൾക്ക് ലൈഫ് കണക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം, എന്തെല്ലാം സക്സസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വേണം, നിങ്ങളുടെ മക്കളെ സംബന്ധിച്ച്, നിങ്ങളുടെ ഹസ്ബൻഡിനെ സംബന്ധിച്ച്, വൈഫിനെ സംബന്ധിച്ച്, നിങ്ങളുടെ കൂടെയുള്ള മറ്റ് കരിയർ പാതയിലോ മറ്റു ഫ്രണ്ട്ഷിപ്പ് എനർജിയിലേക്കുള്ള വ്യക്തികളുടെ ഒരു ചേഞ്ചിങ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, മറ്റൊരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ എക്സ്പെക്റ്റേഷൻ പ്രതീക്ഷിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിച്ചു എന്ന രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും അഫർമേഷൻസ് ആയിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ അക്ഷരങ്ങളുടെ മാജിക്ക്, ആ ഒരു മിറാക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം നമ്മൾ അഫർമേഷൻസ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് ഡിവൈനോട് നന്ദി, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നിങ്ങളൊരു അഫർമേഷൻസ് എഴുതിയാൽ, അത് സ്ഥിരമായി നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് എഴുതിയാൽ 100% നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും അഫർമേഷൻസ് എഴുതണം. കണ്ടിന്യൂ ആയിട്ട് നിങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കണം. സാമ്പത്തിക ഭദ്രത, ഹെൽത്ത്, നിങ്ങൾക്ക് ഹെൽത്തിന് നമ്മൾ നെഗറ്റീവ് വേർഡ്സുകളൊന്നും എഴുതരുതട്ടെ, ഇന്ന രോഗം മാറണമെന്ന്. നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു സമ്പൂർണ്ണമായും ഹെൽത്തി എനർജിയിലുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് എവിടേക്കാണോ പെയിൻ, വേദനയുള്ള ആ ഒരു ഭാഗത്ത് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു അവയവങ്ങളെല്ലാം വളരെ സ്ട്രോങ് ആണ്, പവർഫുള്ളാണ്. നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് ഏത് രീതിയിലും ലൈഫിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി വേണം അഫർമേഷൻസ് എഴുതാൻ. നെഗറ്റീവായ വേർഡ്സ്, വേദന, ഇതൊന്നും എഴുതരുത് കേട്ടോ. അതുപോലെ മണി അഫർമേഷൻസും വരാഹി മന്ത്രം ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും മണി അഫർമേഷൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങളത് മനസ്സിലാക്കുക. അത്രയും വലിയൊരു സാമ്പത്തികപരമാകുന്ന ഒരു എനർജി മറ്റൊന്നില്ല. നമ്മൾ ഏറ്റവും ലാസ്റ്റ് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്, എഴുതിയിട്ടിട്ടുണ്ട്. അതെടുത്ത് വെച്ച് പഠിച്ച് എപ്പോഴും പറയാൻ ശ്രമിക്കുക. ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ നാനാ മാർഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പണം ഒഴുകി വരും. നിങ്ങളുടെ ആണെങ്കിലും പൂർവികരുടെ ആണെങ്കിലും പണത്തിൻ്റെ ആ ഒരു കർമ്മ, സാമ്പത്തികപരമായിട്ട് നിങ്ങളിലുള്ള കർമ്മ, അതായത് ബാഡ് കർമ്മ പൂർണ്ണമായിട്ട് ഹീലായി പോകും മണി അഫർമേഷൻസ് ചെയ്താൽ. വരാഹി മന്ത്രം ഞാൻ എപ്പോഴും പറയാറുണ്ട്, പെട്ടെന്ന് കാര്യസിദ്ധി എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് പെട്ടെന്ന് വന്നു ചേരുന്ന ഒരു മന്ത്രമാണ് ഏത് വരാഹി മന്ത്രം എന്നുള്ളത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകുക. ഓരോ ചുവടും എടുത്തു വയ്ക്കുന്നത് വിശ്വാസത്തോടു കൂടിയായിരിക്കണം. എന്നും എൻ്റെ ജീവിതത്തിൽ മിറാക്കിൾ നൽകുന്നതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് എപ്പോഴും പറയാൻ ശ്രമിക്കുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങളുടെ കരിയർ പാതയിൽ, നിങ്ങളുടെ ഫിനാൻഷ്യൽ എനർജിയിലെല്ലാം നിങ്ങൾക്ക് മിറാക്കിൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യുക കേട്ടോ. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നല്ലൊരു ഗൈഡൻസ് തേടാൻ ശ്രമിക്കുക. പിന്നെ ഇതൊരു ഡിവൈൻ എനർജിയാണ്, ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് ആണ്. അതിന് നിങ്ങൾക്ക് വേണ്ടത് എടുക്കുക, വേണ്ടാത്ത വിട്ടുകളയുക കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും നമുക്കിവിടെ സാമ്പത്തികപരമാകുന്ന, കരിയർപരമാകുന്ന ചില സ്റ്റാർട്ടിങ് എനർജി, ഓപ്പണിംഗ് എനർജിയിലേക്കാണ് നിൽക്കുന്നത്. കരിയർ പാതയിലൊക്കെ ഒരു ചേഞ്ചിങ് ആഗ്രഹിക്കണം. ജോബ് ഒന്ന്
ചേഞ്ച് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ പോസിറ്റീവാണ്. നിങ്ങൾക്ക് മറ്റൊരു ജോബിലേക്ക് മാറാം. അതുപോലെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരാനുള്ളത്, അതായത് മറ്റാർക്കെങ്കിലും കൊടുത്തിരിക്കുന്ന സാമ്പത്തികമൊക്കെ ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ്, കരിയർ പാതയിൽ ഒരു പോസിറ്റിവിറ്റി, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു പൂർണ്ണമായും ഒരു ഊർജ്ജസ്വലമാകുന്ന, അതായത് സന്തോഷം ലഭിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ചില പോസിറ്റീവ് ആകുന്ന സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. എന്താണെങ്കിലും ഒരു വിദേശവാസ യോഗത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള സമയം ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടില്ലെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ അതിനുവേണ്ടി ആഗ്രഹിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സമയമായി, പോസിറ്റീവ് സമയമായി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ട്രാവലിംഗ്, ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് എന്തെങ്കിലും പേപ്പർ വർക്കുകൾക്കൊക്കെ ഒരു ബ്ലോക്കേജോ തടസ്സമോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ നമുക്ക് അടുത്ത ഉടനെ വരും എന്ന് പറഞ്ഞ് നിങ്ങളെ ഇങ്ങനെ വെയിറ്റിംഗ് ചെയ്യിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ട്രാപ്പ്ഡ് എനർജി, നിങ്ങൾ പെട്ട് നിന്ന സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് നിർത്തിയിരുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണതയിൽ, അതായത് മറ്റാരോടും ഷെയറിങ് ചെയ്യാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ബാഡ് സിറ്റുവേഷൻസുകൾ, മോശം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ, അതായത് നമുക്ക് ശത്രുദോഷം, മറ്റുള്ളവരിൽ നിന്ന് നെഗറ്റീവ് ആകുന്ന ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക, അങ്ങനെ ഒരു ബാഡ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു സാഹചര്യമൊക്കെ അവസാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആരെങ്കിലുമായിട്ടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒന്ന് സംസാരിക്കണം, ക്ലാരിറ്റി വരുത്തണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസും പോസിറ്റീവായിട്ടാണ് വരുന്നതായിട്ട് കാണുന്നത്. ഡിലേ ആയിരുന്ന പല കാര്യങ്ങളും, നിങ്ങളിൽ സ്റ്റക്കായി നിന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആവുന്നു. ക്രൗൺ ചക്രയുടെ ആക്ടിവേഷനാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് തടസ്സം ഉണ്ടായിരുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ കരിയറിലായിക്കോട്ടെ, ഫിനാൻഷ്യലായിക്കോട്ടെ, മറ്റ് പല കാര്യങ്ങളിലൂടെ ആയിക്കോട്ടെ, നിങ്ങളുടെ സിറ്റുവേഷൻസിലൊരു ബ്ലോക്കേജ് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നുമാണ് നിങ്ങൾ പുറത്തേക്ക് കടക്കാൻ പോകുന്നത്. നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആകുന്നു. ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളെ തേടി വരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങളിലേക്ക് വരുന്നു, അതായത് ഇത്രയും കാലം നിങ്ങൾ അന്വേഷിച്ച് നടന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. റൈറ്റ് ഹീലിംഗ് ചെയ്യുക, കുറച്ചും കൂടി ഫ്രഷായി വരിക കേട്ടോ. റൈറ്റ് ഹീലിങ്ങിലൂടെ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ റൈറ്റ് ഹീലിംഗ് മാത്രമല്ല ഇതിനകത്ത് വേണ്ടത്, അഫർമേഷൻസ് എഴുതണം കേട്ടോ. അഫർമേഷൻസ് ഒരിക്കലും മാറ്റി വെക്കല്ല, കാരണം നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക, തീർച്ചയായിട്ടും മാറ്റമുണ്ടാവും. 3 of Wands എനർജി വന്നിട്ടുണ്ട്. കുറച്ച് ആളുകളിൽ ഒരു വെല്ലുവിളി നിൽപ്പുണ്ട്, ഒരു ഹാർട്ട് ബ്രോക്കൺ നിൽക്കുന്നുണ്ട്. 1, 2, 3 പ്രശ്നങ്ങളെ ബേസ് ചെയ്ത്, ഒന്നിലധികം വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ചീറ്റിംഗ് ലഭിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒന്നിലധികം പ്രശ്നങ്ങളെ നിങ്ങൾ ഇങ്ങനെ ഇമോഷണലി ആ ഒരു ഹാർട്ട് ബ്രോക്കൺ പെയിൻ എനർജിയോടുകൂടി ഒരു വെല്ലുവിളി പോലെ കൊണ്ട് നടക്കുന്നുണ്ടാവാം, മറ്റാരോടും ഷെയർ ചെയ്യാതെ. ഒരു പക്ഷേ അത് പാസ്റ്റിനെ ബേസ് ചെയ്തുള്ള ചില കാര്യങ്ങളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ശക്തമാകുന്ന വെല്ലുവിളി, ഹാർട്ട് ബ്രോക്കൺ എനർജി കൂടിയ ഒരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻസ്, എവിടെ നിന്നാണോ നിങ്ങൾക്ക് ഹാർട്ട് ബ്രോക്കൺ ഉണ്ടായത്, ഏത് വ്യക്തിയാണോ നിങ്ങളോട് ശക്തമാകുന്ന, ഏത് വ്യക്തികൾ ചേർന്നോ വ്യക്തിയാണോ നിങ്ങളോട് ആ ഒരു ചീറ്റിംഗ് ചെയ്തത്, നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാവാനുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത്, അവർ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് മുമ്പിൽ ഒരു പക്ഷേ അവരുടെ കുറ്റമേറ്റു പറയുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റീസ് പോലെ നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം നൽകുന്നതായിരിക്കാം. നിങ്ങളുടെ തീരുമാനമാണ് അത് വേണോ വേണ്ടയോ എന്നുള്ളത്. കാരണം പാസ്റ്റിലെ എക്സ്പീരിയൻസ്, പാസ്റ്റിൽ നിങ്ങൾ വളരെ ശക്തമായിട്ട് ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിച്ച സാഹചര്യത്തെ ബേസ് ചെയ്താണ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ്, തെറ്റിദ്ധാരണകൾ, പിന്നെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്കിട്ട് ഒരു പണി തന്നതുപോലെ നിങ്ങളെ അറിഞ്ഞ് ചതിച്ച ഒരു എനർജിയാണ് ശക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് അത് തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ റിജക്റ്റ് ചെയ്യണോ സ്വീകരിക്കണോ എന്നുള്ളത് നിങ്ങളുടേതാവുന്ന ഉത്തരവാദിത്വമാണ് കേട്ടോ. ജസ്റ്റിസ് എനർജി വന്ന് നിൽക്കുന്നുണ്ട്.
സമയത്തിൻ്റെയാണ് കേട്ടോ. ഒരു ജസ്റ്റിസ് നേരിടുന്നുണ്ട് കേട്ടോ കുറച്ച് ആളുകൾ. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു കർമ്മ അവസാനിക്കുന്നതാവാം, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഒരു ചേഞ്ചിങ് വരുന്നതാണ്, നിങ്ങളുടെ വിധിയിൽ ഒരു ചേഞ്ചിങ് വരുന്ന ഒരു ആക്ഷൻ, നെക്സ്റ്റ് ഒരു ആക്ഷൻ എടുക്കപ്പെടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നല്ലതാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇനി നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങളിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ട് പാസ്റ്റിലെങ്കിൽ, മുൻ സമയങ്ങളിലെങ്കിൽ നിങ്ങൾക്കൊരു ബാഡ് ജസ്റ്റിസ്, ബാഡ് കർമ്മ നേരിടേണ്ടി വരും. ഒരു പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കമാവാം കേട്ടോ. എന്താണെങ്കിലും, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളിൽ ഒരു പുതിയ പാഠം, പുതിയൊരു ലെസണിലേക്ക് നിങ്ങൾ കണക്റ്റ് ചെയ്യപ്പെടുന്നു, പുതിയൊരു പാഠം പഠിക്കാൻ പോകുന്നു. അതല്ലെങ്കിൽ ഒരു പുതിയ സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു വിധിയെ ബേസ് ചെയ്താണ് വരുന്നത്, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ടത് തന്നെയാണ്. ഒരു പക്ഷേ ഒരു ലീഗൽ പരമാകുന്ന പ്രശ്നങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനൊരു പൂർണ്ണത, അതിനൊരു അവസാനം വന്ന് പുതിയൊരു തുടക്കത്തിന് തയ്യാറാവാം എന്നുള്ള എനർജി, അതായത് ഒരു വിധി വരാൻ പോകുന്നു നിങ്ങൾക്ക് കേട്ടോ. അത് പ്രകൃതിയാലും ആവാം, അതല്ലെങ്കിൽ നിയമപരമായിട്ടുമാവാം. നിങ്ങൾക്ക് അതിനുള്ള ഒരു സമയമാണ്. അത് പോസിറ്റീവുമാകാം നെഗറ്റീവുമാകാം. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് അനുസരിച്ചാണ് ആ ഒരു വിധി നിങ്ങൾ കേൾക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ സ്റ്റാർ എനർജി വന്നിട്ടുണ്ട്. പാസ്റ്റിലെ ചില കാര്യങ്ങൾ, നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ, ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോഴും പാസ്റ്റിലെ ചില കാര്യങ്ങൾ, ഇമോഷണൽ പരമാകുന്ന സാവാം, നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ, നമ്മളുടെ ഒരു പാഷൻ എനർജി ആവാം, നിങ്ങളെപ്പോഴും വെയിറ്റിംഗ് ചെയ്തിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നമുക്കിവിടെ നിങ്ങൾ പാസ്റ്റിൽ ആർക്കെങ്കിലും വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവസാനിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അതിനുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഏതെങ്കിലും സാഹചര്യത്തെ, അത് ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു കരിയറിനെ ബേസ് ചെയ്തുള്ളതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ പ്രശ്നത്തിൻ്റെ പുറത്ത് ബ്ലോക്കായിട്ട് നിന്ന് അത് ഉണ്ടോ ഇല്ലയോ എന്നൊരു ഉറപ്പില്ലാത്ത ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത, ഒരു പ്രതീക്ഷയോടുകൂടി നിന്ന വ്യക്തികളുണ്ടെങ്കിൽ ചിലരെ സംബന്ധിച്ച് ഒരു സിറ്റുവേഷൻസ് അവസാനിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഇനി അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്കില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതൊരു നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ പറ്റാത്തൊരു എനർജിയാണ്. ഒരു പക്ഷേ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയും ആവാം കേട്ടോ. നിങ്ങളുടെ ഒരു വെയിറ്റിംഗ് എനർജി, നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോഴും നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് പൂർണ്ണമായിട്ടും അവസാനിച്ചു പോകുന്നതായിട്ട്, അതിനകത്ത് നിന്ന് ഇനി ഒന്നും തന്നെ കിളിർത്തു വരാൻ, പുതിയൊരു തുടക്കത്തിനില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് ആ ഒരു കാത്തിരിപ്പിന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ചേഞ്ചിങ് വരുന്നുണ്ട്. അതിനകത്തും നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയ ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റായ ഒരു സിറ്റുവേഷൻസിനെയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ചില കാര്യങ്ങൾ ലൈഫിൽ നിന്ന് മാറി ചില കാര്യങ്ങൾ ലൈഫിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സ്ട്രഗിൾ എനർജിയിലാണ്. ചിലരെ സംബന്ധിച്ച് ഒരു ആക്ഷൻ എടുക്കണോ വേണ്ടയോ എന്ന് ആഗ്രഹിച്ച് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ ബേസ് ചെയ്ത് സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ കുറേ നാളുകളായിട്ട് ഫോക്കസ് ചെയ്ത, ഹാർഡ് വർക്ക് ചെയ്ത, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ചീറ്റിംഗ് എനർജിയുടെ പ്രസൻസ് ഇന്ന് വളരെ കൂടുതലായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടല്ലോ. ഒരു ചീറ്റിംഗ് ഫീലിങ്സിൻ്റെ സിറ്റുവേഷൻ നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ ഇപ്പോഴും നിങ്ങൾ അതിൻ്റെ നന്മ തിന്മ തിരിച്ചറിയാതെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി. അതായത് അത് തിരിച്ച് കുറച്ച് താമസിച്ചാലും അത് തിരിച്ച് കണക്റ്റഡ് ആകും. നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയൊരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഒരു സംസാരത്തെ ബേസ് ചെയ്ത് നിങ്ങൾ നിന്നും വിട്ടുപോയ, നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച് വന്ന ഒരു അഭിപ്രായ ഭിന്നതയെ ബേസ് ചെയ്ത് നിങ്ങളിൽ നിന്നും വിട്ടുപോയ, അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചെന്ന് തന്നെ പറയാം, നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയ ആ ഒരു വ്യക്തിയെയോ സിറ്റുവേഷൻസിനെയോ വേണ്ടിയിട്ട് നിങ്ങൾക്കതൊരു ഹെൽത്ത് ആൻഡ് വെൽത്താണ്, നിങ്ങൾക്കതിനെ മാറ്റിക്കളയാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷൻസിനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മൂവ്മെൻറ്റ്സ് ഇല്ല, അവിടെ ഒരു ഡാർക്ക് എനർജിയാണ്, സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങളിപ്പോഴും അത് ക്യൂരിയോസിറ്റിയോടുകൂടി നോക്കി നിൽക്കുന്നു എന്നാണ് കാണുന്നത്. കുറച്ച് കഴിഞ്ഞാലും അതിനകത്തൊരു ഗുഡ് ന്യൂസ് ഉണ്ടാകുമെന്നുള്ളൊരു ചിന്ത. പക്ഷേ നിങ്ങളത് ഫോക്കസ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അതൊരു സ്ട്രെസ് എനർജിയാണ് കേട്ടോ. നിങ്ങൾക്കതിൽ നിന്നും ഒരു എന്താ പറയുക, ഒരു പൂർണ്ണത നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഒരു പുതിയ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാമെന്ന് നമുക്ക് ചിന്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഒന്നും തന്നെ ലഭിക്കാൻ സാധ്യതയില്ല.
കുറച്ച് സ്ട്രെസ് എനർജി മാത്രം ബാലൻസ് ആക്കി നിൽക്കുമെന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലി നിങ്ങളെ പുഷ് ചെയ്യുന്നുണ്ടാവാം പല കാര്യങ്ങളിലേക്കും മനസ്സ് മാറ്റാനും, നിങ്ങളൊന്ന് ചേഞ്ച് ആവുന്നൊക്കെ. പക്ഷേ അത് ഒരു നിങ്ങളുടെ ഫോക്കസിങ് മാത്രമേ ഉള്ളൂ, നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് നിങ്ങൾ എഫോർട്ട് എടുക്കുന്ന കാര്യത്തിൽ ഒരു സക്സസ് ഉണ്ട് കേട്ടോ. കരിയറിനെ ബേസ് ചെയ്ത് ഒന്നിലധികം മേഖലകളിൽ ശോഭിക്കുന്ന, ഒന്നിലധികം മേഖലകളിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളുടെ വിധി ചേഞ്ച് ആവുന്നുണ്ട്. നിങ്ങൾക്ക് 2 സിറ്റുവേഷൻസിലും വിജയം കരസ്ഥമാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയ ചില ഗുഡ് ന്യൂസ് എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങളുടെ കൂടെയുള്ള ശത്രുക്കൾ പോലും നിങ്ങളുടെ മിത്രങ്ങളായി തീരാൻ പോകുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് വരാൻ പോകുന്നുണ്ട്. ശരിക്കും ഒരു രാജകീയമാകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസിലേക്ക് കുറച്ച് ആളുകൾ മാറാൻ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് നിങ്ങളുടെ എഫോർട്ടിൻ്റെ ഫലമാണ് മക്കളെ. നിങ്ങൾ കൂടുതൽ സമയം ഫോക്കസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു വലിയ വിജയം, ഒന്നിലധികം സിറ്റുവേഷൻസിൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് ആ 2 സാഹചര്യങ്ങളിലും വിജയിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ റീയൂണിയൻ പ്രസൻസ് വരുന്നുണ്ട് കേട്ടോ, ഫ്രണ്ട്ഷിപ്പ് എനർജിയെ ബേസ് ചെയ്ത്. ഒരു പക്ഷേ ടീച്ചിങ് ഫീൽഡിലൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റിയിലൊക്കെ പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്നും വിട്ടുപോയ ചില വ്യക്തികളുടെ സിറ്റുവേഷൻ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു. നിങ്ങളുടെ പഴയ കാല ഫ്രണ്ട്സിൻ്റെ എനർജി ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചില വ്യക്തി ബന്ധങ്ങളായിരുന്ന, പാസ്റ്റിലായിരുന്ന ആളുകളുടേതാവാം. ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ആകുന്ന ഒരു വൈബോട് കൂടിയ വളരെയധികം ഒരു സെലിബ്രേഷൻ, നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആവുന്നു എന്ന് പറയാം. ആ ഒരു ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നത് പോലെ ഒരു സെലിബ്രേഷനൊക്കെ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട്, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവരുമായിട്ടൊരു റീയൂണിയൻ പ്രസൻസ് ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രാവലിംഗ് എനർജി, അതായത് നമുക്ക് ആദ്യം കിട്ടിയ എനർജി തന്നെയാണ് കേട്ടോ. ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ ബേസ് ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിന്ന ആളുകളെ സംബന്ധിച്ച് ഒരു ബ്ലോക്കായിട്ട് നിന്ന, ഒരു കാർമിക്കായിട്ട് നിന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട്. അതുപോലെ കരിയർ മേഖലകളിലൊക്കെ ഒരു ഫോക്കസിങ് വേണം, അല്ലെങ്കിൽ കരിയർ മേഖലകളിലൊക്കെ ഒന്ന് സക്സസ് ആവണം. അതിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ബിസിനസ്സായിട്ടോ ചെറുകിട സംരംഭമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച്, അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻസോ അഫർമേഷൻസൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഓപ്പൺ ആകുന്നുണ്ട്. ഒരു വിദേശവാസ യോഗം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ബ്ലോക്കായിരുന്ന, അതായത് തടസ്സമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന, അതായത് ഒരു ട്രാപ്പ് എനർജി പോലെ ലൈഫിൽ എപ്പോഴും ടെൻഷനും അതുപോലെ തന്നെ മനസ്സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോയവർക്ക് അതിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റുന്ന ഒരു സമ്പൽ സമൃദ്ധി, അല്ലെങ്കിൽ ഒരു സമാധാനപരമാകുന്ന ഒരു സിറ്റുവേഷൻ മുന്നോട്ടേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. കൂടാതെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അത് അട്രാക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോസിറ്റീവ് ആകുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് കേട്ടോ. അബണ്ടൻസ് ഓപ്പർച്യൂണിറ്റീസ്, ഇമോഷണൽ പരമായിട്ട് ചില വ്യക്തികളിലേക്ക് പുതിയ പ്രണയം, പുതിയ വ്യക്തികളുടെ ഒരു കടന്നുവരവ് കാണുന്നുണ്ട്. ഒരു പുതിയ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ സോൾ കണക്ഷൻസിൽ, അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം ജേണിയിൽപ്പെട്ട വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത്. കുറച്ച് ആളുകൾക്ക് പുതിയ ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട, നിങ്ങളുടെ സോൾ കണക്ഷൻസിൽപ്പെട്ട, നിങ്ങൾക്ക് അർഹമാകുന്ന വ്യക്തികളുടെ പ്രസൻസ് ആണ് കേട്ടോ വരുന്നത്. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഹെൽത്തോ വെൽത്തോ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിജീവിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസ് ഇംപ്രൂവ് ആവുന്നുണ്ട് കേട്ടോ. റീകൺസിഡർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പുനർവിചിന്തനം നടക്കാൻ, അതായത് ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കണമെങ്കിൽ, നിങ്ങൾക്കൊരു നീതി ലഭിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു പുനർവിചിന്തനത്തിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ചെയ്തത് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആഴത്തിൽ ചിന്തിക്കാൻ പറയുന്നുണ്ട്.
നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ന്യായം ലഭിക്കണമെങ്കിൽ നിങ്ങളൊന്ന് പുനർവിചിന്തനം നടത്തണം. ഒരു പക്ഷേ പശ്ചാത്തപിക്കപ്പെടണം. അതല്ലെങ്കിൽ നിങ്ങൾ റൈറ്റ് ഹീലിംഗ് ചെയ്ത് ഹീലാവണം. അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞൊന്ന് നോക്കി കാര്യങ്ങളൊന്ന് ക്ലാരിറ്റി വരുത്തണം. അതായത് ഫൊർഗീവ്നെസ് നടത്തേണ്ടി വരും. നിങ്ങൾക്ക് ഒരു പുനർവിചിന്തനത്തിൻ്റെ സമയമാണ് കുറച്ച് ആളുകളെ സംബന്ധിച്ച്. നോ നീഡ് ടു വെറി എന്നാണ് പറയുന്നത്. ഒരു ഇംബാലൻസിങ് എനർജി നിൽക്കുന്നവർക്ക്, ഒരു കാര്യത്തിനും ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ ഒരു ഇംബാലൻസിങ് എനർജിയിൽ നിൽക്കുക, മറ്റുള്ളവരെപ്പോഴും ഫൈറ്റിംഗ് ഉണ്ടാക്കുക, നിങ്ങളോട് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിനൊക്കെ ആളുകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളവിടെ ടെൻഷൻ പിടിക്കേണ്ട. അതായത് ഓവർ തിങ്കിങ്, സങ്കടം, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് എപ്പോഴും പരാതി പറയുന്ന പരിപാടികളൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തോളുക. ഒരു പോസിറ്റീവ് വൈബിലേക്ക്, ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുക കേട്ടോ.